ഹലോ ഗൈസ്, ഇത് അഹാന ആൻഡ് അമ്മൂമ്മ ഇഷ്യൂടെ സെക്കൻഡ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നേരത്തെ ഡിലീറ്റ് ആയി പോയ കുറച്ച് ക്ലിപ്സ് കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ വീഡിയോയിലും യോഗ ഫുഡ് എന്നെ കിച്ചൺ എന്നെ അവിടെ പോലെ നോക്കി ഫാമിലി കസിൻസ് നമ്മൾ നോക്കിയില്ല എന്നെ നോക്കിയില്ല എന്നെ നോക്കിയില്ല. അപ്പോൾ ആഹാന വ്ളോഗിൽ എൻ്റെ അമ്മയെ കുറിച്ച് പൊക്കി 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 ഒന്നും പറഞ്ഞു അവരുടെ അങ്ങനെ പെരുമാറി സാർ ഫേമസ് ആണ്. അതുകൊണ്ട് അവരുടെ അങ്ങനെ പെരുമാറുന്നു. കുഞ്ഞിലെ കുട്ടിയെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അമ്മൂന് മാത്രമേ ഫേവർ ചെയ്യത്തുമായിരുന്നു. എന്നെ ഒരു കാര്യത്തിൽ എന്നെ പട്ടിയെ പോലെയാണ് നോക്കിയത്. ഞാൻ എല്ലായിടത്തും എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞ് കരഞ്ഞ കുട്ടിയാണ് ഞാൻ. എനിക്ക് അങ്ങനെ എൻ്റെ കാര്യം പോലെയല്ല ബാക്കിയുള്ളവരോട് പെരുമാറുന്നത്. കല്യാണം എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞവർ ആ കല്യാണം കഴിഞ്ഞവർ കൊച്ചു അവിടെ കൊച്ചു മൂന്നും ഇപ്പോൾ ഞാൻ സ്റ്റെപ്പ് ആയിട്ട് വന്നാൽ പോലും ഞാൻ അവരുടെ സ്റ്റെപ്പ് ആണെങ്കിലും ജസ്റ്റ് മെസ്സേജ് അവരെ നോക്കുന്ന പോലെ തന്നെ നോക്കുന്നത്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരും ചോദിക്കാൻ ഞാൻ ബാംഗ്ലൂർ അമ്മയെ വിസിറ്റ് പോയി പറഞ്ഞു ആരും ചോദിക്കാൻ പറയുന്നത് ഞാൻ ചേച്ചി മോളാണ് എൻ്റെ മോളാണെന്ന് പറയില്ലേ ആർക്കും അറിയില്ല ഞാൻ സെക്കൻഡ് മാരേജ് ആണ്. ഇങ്ങനെ സ്വന്തം മോളെ മുഖത്ത് നോക്കി പറഞ്ഞ സ്ത്രീയാണ്. ഓക്കെ അവിടെയും ചാറ്റ് പ്രൂഫ് ഞാൻ ഡെലിവറി ആണ് പോലും എന്നോട് പറഞ്ഞു നീ ഈ വീഡിയോ നിന്ന് നീ നശിച്ചു പോകും. ഈ ശബ്ദ വീഡിയോ നിന്ന് നീ നശിച്ചു പോകും. നിനക്കൊന്നും കിട്ടാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും കിട്ടാണെങ്കിൽ അതല്ല ആ എല്ലാ സാധനവും അത് നീ എല്ലാവരും എൻ്റെ കല്യാണം എനിക്ക് കല്യാണം പോലില്ല. എൻ്റെ സ്വന്തം എല്ലാം വിറ്റ് അത് കാശാക്കിയിട്ട് അവസാനം എൻ്റെ പേര് ഒരാൾ ഉണ്ടായിരുന്നു പോലെ പകുതി പോയി ഞാൻ അവിടെ പിടിച്ച് വെച്ചാൽ അതേപോലെ ഇഷ്ടംപോലെ സ്വന്തം എല്ലാവരും വിറ്റ് ഞാൻ ഒന്നും വേണ്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എനിക്ക് ആ സ്വന്തം പോലില്ല. ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് ഈ കമലുണ്ടോ ഇത് ഗോൾഡ് പോലും എൻ്റെ കാരണം വീട്ടിൽ പോയി 2024 കൂടി എനിക്ക് ആദ്യം കമൽ മേടിക്കാൻ സമയം സാധ്യത ഏതൊരു കമലാണ് അറിയാതിരിക്കാൻ വേണ്ടി മാത്രമേ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ അമ്മയെ അത്രയും ബുക്ക് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ എല്ലാം മെസ്സേജ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതൊന്നും പബ്ലിക് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ ബുക്ക് പറയുമ്പോൾ നമ്മൾ പറയണ്ടേ അതിപ്പോൾ മറ്റേ ദുബായിൽ കയറി പൈസ ഉണ്ട്. അപ്പോൾ എല്ലാം കാര്യമൊന്നുമില്ല. അപ്പോൾ ഓരോ മുക്ക് സൂര്യ മുതൽ പോലും എടുത്ത് സേവ് ചെയ്യും അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അമ്മയും അപ്പനും ഒരുമിച്ച് അവർ ഭയങ്കര പാവപ്പെട്ട സ്ഥലങ്ങളിൽ വരുന്നത്. അപ്പോൾ ഒരു സ്ഥലം പോലും കളയത്തില്ല. അപ്പോൾ അവർ കുറേ സാധനങ്ങൾ കൂട്ടി വെക്കുന്ന ശീലമുണ്ട്. പക്ഷേ ഞാൻ നമുക്ക് ഞാൻ എന്ത് പറഞ്ഞാലും നോക്കിയാണ്. ബിക്കോസ് ഞാൻ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മുടെ റിലേഷൻഷിപ്പ് വെച്ചാൽ എനിക്ക് അമ്മയോട് ഒരു പ്രോസസ് ഇല്ല. എൻ്റെ അച്ഛനായിട്ട് നല്ല പ്രോസസ് പക്ഷേ അച്ഛൻ 3 വർഷം മാത്രമേ സ്പെൻഡ് ചെയ്തു. ശരിയായിട്ട് ഞാൻ ജനിച്ചു കുഞ്ഞാണ് എൻ്റെ കാര്യങ്ങൾ നോക്കി എൻ്റെ ഒരു എൻ്റെ ക്യാമറ പോലും നമ്മൾ മാറ്റില്ല. എൻ്റെ പോട്ടി വരെ എടുത്തത് അമ്മയാണ് എന്നെ സ്കൂളിൽ കൊണ്ടുവരാൻ മാഷത്തിൽ കൊണ്ടുവരാൻ എല്ലാ ഞാൻ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അവരോട് നന്ദി കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അമ്മയും സിനിമയും വേറെ ആരും ആയിട്ട് നമുക്ക് പ്രശ്നമില്ല. ഇവർ രണ്ടുപേരും തമ്മിൽ അമ്മ എൻ്റെ കിട്ടിയാടിയായി എന്തൊക്കെ കിട്ടിയാടിയായി അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് ഞാൻ ഇല്ല ഞാനൊന്നും പറയുന്നില്ല. അപ്പം അമ്മ മറുപടി ആയിട്ട് ഞാനായിട്ട് പ്രശ്നമില്ലായിരുന്നു. അതേപോലെ സിനിമയുടെ ഫാമിലി ഞാനായിട്ട് പ്രശ്നമില്ലായിരുന്നു. സോ ഇവർ രണ്ടുപേരും എനിക്ക് പെട്ടുപോയി ഞാൻ. അപ്പോൾ ഇവർ അപ്പന് വേണ്ടി പല കാര്യങ്ങൾ ഒരുപാട് കാര്യം ചെയ്യുന്നില്ല. നിങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അമ്മ ആരില്ല പറഞ്ഞ് പറയുന്നത് അപ്പം മരിച്ചോട് ഞാൻ കൂടെ വരാൻ വേണ്ടി പറഞ്ഞു. അത് എന്നെ വിഷമിക്കുമ്പോൾ ഞാനാണ് വരുന്നത് പറഞ്ഞാൽ അമ്മ എൻ്റെ എല്ലാ കാര്യം നോക്കുമായിരുന്നു. സോ ബേസിക്കലി അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ബിക്കോസ് എന്നെ കൊച്ചുമോൾ മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ള പരാതിയാണ്. കാരണം അമ്മ നോക്കുമ്പോൾ എൻ്റെ അച്ഛനില്ല എനിക്ക് അച്ഛനില്ല. അമ്മയാണെങ്കിൽ അമ്മയുടെ കാര്യം നോക്കിപ്പോയി എന്നെ ഞാൻ ചെന്നൈയിൽ നിന്നപ്പോൾ പോലും ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ചെന്നൈയിൽ വന്നത് നിന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ അച്ഛനെ ഞാനും ചത്തുന്നെങ്കിൽ ഞാനിത് മുമ്പ് പറഞ്ഞിട്ട് തോന്നുന്നു ചത്തുന്നെങ്കിൽ രണ്ടുപേരുടെ ഫാമിലിക്ക് ഞാൻ ബുദ്ധിമുട്ടാകത്തില്ല. ഒരു കൊച്ചായിട്ട് ഇരിക്കുന്ന 5ാം ക്ലാസ് പഠിക്കുന്ന ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രയും ആരും ഇല്ലാതിരുന്ന സമയത്താണ് എൻ്റെ അപ്പനും അമ്മ എന്നെ എടുത്ത് വളർത്തിയത്. അവരോട് എനിക്ക് നന്ദി കാണിക്കാൻ പറ്റും. ഇവർ തമ്മിൽ അടിയായി ഓക്കെ. അപ്പോൾ ഞാനും അമ്മയായിട്ട് പറയാം നമ്മൾ എന്തോ അമ്മയ്ക്ക് ശരിയുണ്ട് ഈ ആൾക്കാർ വന്ന് പോകുന്നത് എന്തോ അമ്മ ഞാൻ അമ്മയുടെ ആൾക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ വന്നതിന് ശേഷം ഒരു സ്ത്രീ വന്നു. അവർ വന്ന് ജോലിക്ക് ഞാൻ നിന്നു. ഞാൻ ചേച്ചി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ 2 ദിവസം അത് മാത്രമല്ല അമ്മയുടെ കസിൻ ഉണ്ടായിരുന്നു ജോലിയെന്ന് പറഞ്ഞിട്ട് തെരുവിളിയായിട്ട് മീൻസ് എന്നോട് അഹാൻ അയച്ചൊരു മെസ്സേജാണ് തൻവി യുവർ ഡിയർ ഗ്രാൻഡ് മദർ ഇസ് ദ ബിഗസ്റ്റ് ബിച്ച് ഓൺ എർത്ത്. ഇഫ് യു എനിക്ക് എൻ്റെ കൊച്ചാണ് സത്യം അഹാൻ അയച്ചിരിക്കുന്ന മെസ്സേജാണ്. ഇഫ് യു ഓൾ വിഷ് ടു സീ ഡാഡ് ലൈഫ് ഫോർ സം മോർ ടൈം പ്ലീസ് ആസ്ക് ഹർ ടു അഡ്ജസ്റ്റ്. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. എന്നിട്ട് അത് മാത്രമല്ല അഹാനാണ് എന്നെ കുറിച്ച് ടെക്നിക്കുള്ളൂ. ഞാൻ അതിനെക്കുറിച്ചുള്ള ചാറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ. വേറെ കുറിച്ച് ഞാൻ വായിക്കുന്നില്ല. എന്നിട്ട് എൻ്റെ അമ്മനെ ഇത്രയും ബുക്കി പറഞ്ഞിട്ട് ഞാൻ അയച്ചിരിക്കുന്ന മെസ്സേജാണ്. ഇഫ് യു ഓൾ വിഷ് ടു സീ ഡാഡ് ലൈഫ് ഫോർ സം മോർ ടൈം പ്ലീസ് ആസ്ക് ഹർ ടു അഡ്ജസ്റ്റ്. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. എന്നിട്ട് അത് മാത്രമല്ല അഹാനാണ് എന്നെ കുറിച്ച് ടെക്നിക്കുള്ളൂ. ഞാൻ അതിനെക്കുറിച്ചുള്ള ചാറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ. വേറെ കുറിച്ച് ഞാൻ വായിക്കുന്നില്ല. എന്നിട്ട് എൻ്റെ അമ്മനെ ഇത്രയും ബുക്കി പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറയുന്നത് ഞാൻ സത്യാവസ്ഥ പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. വീട് വൃത്തിയാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മെയിൽ ഫുൾ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഈ വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അമ്മ തന്നെ എനിക്ക് യാത്രക്കാർ അങ്ങനെ ശരിക്കും ഈ നാട്ടിലത്തെ ഈ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇവരാരും നമ്മൾ പിക്കാൻ വന്നില്ല. ഓസി മാത്രമാണ് വന്നത്. അവരെല്ലാവരും പറഞ്ഞാൽ എനിക്കൊന്നും അവളൊന്നും പിക്കാൻ പറ്റില്ല. അവളെ വേണമെങ്കിൽ നീ വേണമെങ്കിൽ എനിക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ പോയി പിക്കും. ഞാൻ ഓസിയാണ് പണ്ട് തൊട്ടേ കൂട്ട്. അപ്പോൾ ഓസി മാത്രമാണ് എന്നോട് ശരിക്കുള്ള സ്നേഹം. കാരണം ഞാൻ ഓസി ഒരേ പ്രായമാണ്. അപ്പോൾ പക്ഷെ അപ്പോൾ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഈ വീഡിയോയിൽ പറയേണ്ടത് സിമിയുടെ ലൈഫിനെ കുറിച്ചാണ്. അതായത് സിന്ധു കൃഷ്ണയുടെ അനിയത്തിയുടെ ലൈഫിനെ കുറിച്ച്. സച്ച് എ ക്രൂക്ക് ലേഡി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവരുടെ മനസ്സിലൊക്കെ എന്താ കല്ലാണോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. കാരണം സ്വന്തം മകളെ തിരിഞ്ഞു നോക്കാത്തൊരമ്മ, അതുപോലെ തന്നെ മകളോട് എന്താ ചേച്ചിയുടെ മകളാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞൊരമ്മ. ലൈക്ക് തൻവി ബാംഗ്ലൂർ ചെന്ന ടൈമിൽ തൻവിനോട് പറയാണ് ഞാൻ നിന്റെ അമ്മയാണെന്ന് പറയാം, ആരോട് ചോദിച്ചാലും പറയാൻ പാടില്ല, എൻ്റെ ചേച്ചിയുടെ മകളാണ് നീ എന്ന് പറഞ്ഞാൽ മതി. കാരണം അതായത് ഈ സിമി ബാംഗ്ലൂരിൽ പറഞ്ഞു വെച്ചേക്കുന്നത് ഇത് അവരുടെ ഫസ്റ്റ് മാരേജ് എന്നാണ്. അതായത് ഓൾറെഡി കല്യാണം കഴിഞ്ഞ് അതിലൊരു കുട്ടിയുള്ള ഈ സ്ത്രീ പറഞ്ഞിരിക്കുന്നത് അത് അവരുടെ ഫസ്റ്റ് മാരേജ് ആണെന്ന്. അതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഈ സംഭവം അതായത് തൻവിയുടെ ലൈഫിൽ ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഈ സിമി. അതായത് തൻവിയുടെ അമ്മ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ആ ഒരു വീടിന് ഒട്ടും അർഹതയില്ലാത്ത ഒരാളാണ് ഈ സിമി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് സിന്ധു കൃഷ്ണയുടെ അനിയത്തി. അതായത് പുള്ളിക്കാരത്തിന്റെ ഫസ്റ്റ് എലിഗേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് മാരേജ് ഹൈഡ് ചെയ്ത് വെച്ച് ഒരു പുതിയ ഐഡന്റിറ്റിയിൽ ജീവിക്കുകയാണ്. അതായത് പ്രീവിയസ് ആയിട്ടുള്ള മാരേജിലുള്ള ഹസ്ബൻഡ് മരിച്ചുപോയി. അതിനുശേഷം അതിലുള്ള മകളെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പം പുതിയ കല്യാണം കഴിച്ചിട്ട് അതിൽ അവർക്ക് 2 ആമ്പിള്ളേരാണ് ഉള്ളത്. ഇതിൽ വീഡിയോയിൽ തൻവി പറയുന്നുണ്ട്. അതായത് തൻവിയുടെ ഗോൾഡ് വിറ്റ്, അതായത് 13.25 വിറ്റത് ഈ പറയുന്ന ഇവരുടെ അമ്മ സിമിയാണ്. അതേപോലെ തന്നെ തൻവിയുടെ അക്കൗണ്ടിലുള്ള 6 ലക്ഷത്തിൽ പകുതിയും കൊണ്ടുപോയത് ഈ സിമി തന്നെയാണ്. എന്ത് സ്ത്രീയാണ്, എന്ത് മാനസിക നിലയാണ് അവർക്കുള്ളതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് നേരത്തെ എന്താ പറയുക പുകയുന്ന ഒരു ഇഷ്യൂ ആണ്. കാരണം വെച്ചാൽ അമ്മൂമ്മ ഈ തൻവിയെ മാത്രമാണ് നോക്കുന്നത്. ബാക്കിയുള്ള ഇവരുടെ കസിൻസ്, അതായത് ഇവർ ചെറുമക്കളെയൊന്നും ഇവർ നോക്കുന്നില്ല. കാരണം അവരുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ
അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടി തൻവിയാണ്. അപ്പോൾ തൻവീനെ അമ്മയ്ക്ക് തൻവിയെ വേണ്ട. അതുകൊണ്ട് ആരും നോക്കാനില്ലാത്ത തൻവിയാണ് ഈ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തുന്നത്. അപ്പോൾ അതിന് ഒരു ചെറിയൊരു കണ്ണുകടി ഈ സിന്ധുവിനും ഉണ്ട്, ഈ സിമിക്കും ഉണ്ട്. വീഡിയോയിൽ പറയുന്നുണ്ട് ഓസി റിയലി കെയർ അബൌട്ട് തൻവി. തൻവിയെ ആകെ മനസ്സിലാക്കിയിട്ടുള്ളത് ഓസിയാണ്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതായത് ഈ അമ്മൂമ്മയും ഓസിയും തമ്മിൽ നല്ല ഡിറ്റോ സിമിലാരിറ്റി ഉണ്ട്. മാത്രമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇത്രയും ഹെൽപ്പ് ചെയ്തത്. അവരുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ വന്ന സമയത്ത് അവരെന്നെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ അശ്വിൻ എസ്പെഷ്യലി അത്രയും നിർബന്ധിച്ചിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യണം, ടാബിൽ ഇങ്ങനെ ചെയ്യണം, ഇന്ന പാട്ട് ഇങ്ങനെ ചെയ്താൽ ഇത്ര റീൽസ് ഉണ്ട്, ഇത്രയും എനിക്കന്ന് യൂട്യൂബ് സ്റ്റുഡിയോ ഒരു സാധനം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പണ്ട് യൂട്യൂബിൻ്റെ അക്കൗണ്ട് എന്തോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നൊക്കെ എനിക്ക് ഇത്ര 40,000 വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പണ്ടിടുന്ന വീഡിയോസ് ഉണ്ട്. അന്നൊന്നും ഇവരാരും സഹായം ഒന്നും ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടത്. പിന്നെ ഇവരുടെ കൂടെ ഞാൻ ഒരു ബ്ലോഗ്സിൽ എൻ്റെ കസിൻസ് ആയിട്ട് അവർ ഇത്തിരി ഫേമസ് ആണെന്ന് എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ കസിൻസ് ആയിട്ട് വീഡിയോ ഇടുന്നു. അപ്പോൾ അവർ ഫേമസ് ആണെങ്കിൽ അവർ ആ വീഡിയോ കണ്ടിട്ട് അല്ലാതെ ഇവർ ഫേമസ് ആയിട്ട് ഇവർ കൂടെ പോയി ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. നിങ്ങളുടെ കസിനോട് നിങ്ങൾ വീഡിയോസ് എടുക്കാറില്ല, ഫോട്ടോസ് ഇടാറില്ല. അതേപോലെ യൂട്യൂബിനെ മെയിൻ ഹെൽപ്പ് ചെയ്തത് ഓസിയാണ്. അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. അമ്മൂമ്മയുടെ കുറേ കാര്യങ്ങൾ ഞാൻ ക്യാൻഡ് പോകുന്നവരെ അമ്മൂമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയത്. അതിനുശേഷം സിന്ധുമ്മ അമ്മൂമ്മയുടെ കാര്യങ്ങൾ കുറേ നോക്കിയാണ്. പിന്നെ അവർ അടിച്ച് തെറ്റി പിരിഞ്ഞു. അവർ എന്നോട് പറഞ്ഞു, സിന്ധുമ്മ പറഞ്ഞു, നീ നാട്ടിൽ വന്നിട്ട് അവരുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്ക്. അമ്മ എന്നെ ക്യാൻഡ് വിളിച്ച് വരുത്തിയത് എന്തിനാണ് എന്ന് പറ. ഞാൻ വിളിച്ച് വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുന്നത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് കുറിച്ച് വന്നത്. അതിൻ്റെ അപ്പൂപ്പ മരിക്കുന്നതിന് മുമ്പേ എൻ്റെ അപ്പനെ പറഞ്ഞു, മക്കളെ നീ വാ, ഞങ്ങൾ രണ്ടുപേരും നോക്കണം, നീ വാ. പക്ഷേ അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു കാര്യം അവർ നോക്കാറില്ല. അമ്മൂമ്മനെ കുറേ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് വെച്ചാൽ ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു. ഇല്ല, അമ്മൂമ്മനെ പറയുന്നത് അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എനിക്ക് പിന്നെ എനിക്ക് ഓസിയെ ഷാനിയെ ഹൻസിയെ പറഞ്ഞോളൂ. അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ എങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാം. അത് അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്. ഞാൻ പറയില്ല. എന്നിട്ട് അവർ പറയുന്നത് അമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല, അപ്പൂപ്പനെ മൂക്കുന്ന രക്തം വന്നു. ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലാന്ന് എനിക്കറിയത്തില്ല. അത് അവരെ മൂക്കുന്ന രക്തം വന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞു. മൂക്കങ്ങൾ മുറിഞ്ഞ രക്തം വന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിൽ ഒന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മ ഹോം നഴ്സിനെ വെളി നിർത്തിയെന്നാ അങ്ങനെ തെറി പറഞ്ഞുകൊണ്ട് പോയ ഹോം നഴ്സിന്. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയുന്നത് അവിടെ ഒരു മെന്റൽ പ്രോബ്ലം ഉള്ള സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കരുത്. അവൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ തിരിച്ച് നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞോളൂ. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഇവർ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് അവരെ വിളിച്ച് ഞാൻ പറയും, എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്. അതും പോയി. എനിക്ക് എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തന്നെ നോക്കാത്തതിന്റെ പേരിലാണ് ഞാൻ. അവർ പറയുന്നത് അമ്മ പറയുന്നത് ചിന്നമാണല്ലോ എൻ്റെ അമ്മ വിളിക്കുന്നത്. ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും എൻ്റെ ഒരാൾ കല്യാണം കഴിച്ച എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ച അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ കല്യാണത്തിന് പോലും ആ 6 സിമിയെ ഞാൻ വിളിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാണ് അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ. എന്നിട്ട് പറയും അമ്മ അപ്പൂപ്പനായിട്ട് അടിയാവുന്നു, അമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു വന്നു, അമ്മ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. പറഞ്ഞാണ് പറയാനുള്ളത്. ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യാതെ ആര് തിരക്കേണ്ട ഒരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് എവിടെ പോയി സിന്ധു പോയി എൻ്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നിട്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ചുരിദാർ, ഈ ചുരിദാർ ഇവിടെ ഇരിക്കണം, ഇത് എൻ്റെ ചുരിദാർ എനിക്ക് വേണം എന്ന് പറഞ്ഞ് അതിലിരുന്ന് ഏറ്റവും നല്ലൊരു ചുരിദാർ അവളെ എടുത്ത് അവളെപ്പോഴും എനിക്ക് തന്നതാണ്. അവൾ തന്ന തുണികളെ എനിക്കുള്ള, അല്ലാതെ ഞാൻ ചുരിദാർ തയ്ക്കാറില്ല, എനിക്ക് ചുരിദാർ തച്ചു തരാനും ആരുമില്ല. സിന്ധു തന്നിട്ടുള്ളത് തന്നെ. പക്ഷേ എങ്കിലും തന്ന തുണി അവൾ മരിച്ച് 4 അവൾ ആ തുണിയെ തിരിച്ചെടുത്തുകൊണ്ട് പോയി. എൻ്റെ മോള് അവൾ തിരിച്ചെടുത്തോട്ട് വിളിക്കണം, എനിക്ക് തന്ന തുണി മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ കേട്ടില്ല, അവൾ എടുത്തോണ്ട് പോയി. അത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണി, ഞാൻ അറിയാതെ നിങ്ങളെ തുണികളെ കൂട്ടത്തിൽ വെച്ചതാണ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ്. എന്നിട്ട് അമ്മക്ക് തേക്കാനുള്ള തുണി എന്തൊക്കെ പറഞ്ഞു. ഞാൻ കുറേ തുണികളെല്ലാം കൂടെ വായി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് കോൺഫിഡൻസ് പേര് കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തിട്ട് എനിക്ക് തുടുക്കാൻ തുണിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ മോൾ എന്നോട് കാണിച്ചത്. എൻ്റെ ഭർത്താവിനോട് പറയും, ഡാഡി ആ സ്ത്രീ, ആ വൃത്തികെട്ട സ്ത്രീ ചത്തക്ക് ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ്, ആ സ്ത്രീ അങ്ങ് ചത്താൽ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലോ എന്ന് എപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോൾ പറയുന്ന വാചകമാണ് ഇതാണ് എൻ്റെ മോൾ പറയുന്നത്. അവൾ എൻ്റെ മോളല്ല, അവൾ നമ്മളെ മോളല്ല, അവൾ ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവൾ. പിന്നെ അവർ പിന്നെ മിണ്ടാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി ചെയ്യുന്നതുകൊണ്ട് അവർ മിണ്ടാതിരുന്നത്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടൊക്കെ പറയുമായിരുന്നു. ഈ കോൺഫിഡൻസിന് നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും വഞ്ചകയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ മരുന്ന് വാങ്ങി തരുന്നത് ഞാൻ കൊടുത്ത, ഞാൻ അവർ കഷ്ടപ്പെട്ട് ഇവർ ഇംഗ്ലീഷുകാരായി ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കില്ല. എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവർ ഊട്ടിയിൽ കുറ്റപ്പെട്ട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിന്റെ പേരിലാണ് അവർ ഇംഗ്ലീഷുകാരായി ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. ഇംഗ്ലീഷ് ആരും ആരുമില്ല എന്ന് പറയുന്നത്. അമ്മയുടെ ചെലവിന് പാരുന്നു തരുന്നുണ്ടോ? ഇപ്പം മരിക്കാൻ എൻ്റെ അനിയത്തിൻ്റെ മോൻ, കാരണം ഞാൻ ഇട്ടേക്കുന്ന പൈസയ്ക്ക് പലിശ കിട്ടുന്നത് എനിക്ക് 18 രൂപ എനിക്ക് കിട്ടും. അറിയാതെ അവർ പറയും അവിടെയാണെന്ന്. 24 രൂപ കൊടുക്കണം, വീട്ടോട് ഒരു ജോലിക്കാരി വയ്ക്കുന്നു, പിന്നെ എനിക്ക് ചെലവില്ല, എനിക്ക് മരുന്ന് വേണ്ടേ, അതിന് എൻ്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ മരിക്കാൻ എൻ്റെ അനിയത്തിൻ്റെ മോനെ വിളിച്ചിട്ട് അമ്മയ്ക്ക് കാല് നീട്ടി ഇടാതെ ഒഴിക്കാൻ പോലും പറ്റില്ല, കാല് മൊത്തം നീരാ. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലും ഇല്ല. എൻ്റെ അനിയത്തിൻ്റെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ നിന്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തേമ്മയ്ക്ക് 2 പേരും കൂടെ എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താൽ 2 പേരും കൂടെ 20 സിന്ധുവിൻ്റെ സിമിയുടെ കൂടെ ഒരു 25 രൂപ അമ്മയ്ക്ക് തരാൻ പറ മക്കളെ. എനിക്ക് വീട്ടോടെ നിൽക്കുന്ന ഒരു ജോലിക്കാരി വയ്ക്കുക, മരുന്ന് മേടിക്കുക ചെയ്യും മോനെ. അവർക്ക് അതൊരു പിച്ചക്കാശ പോലെ ഉള്ളവരുടെ തരാൻ പറ. ഇപ്പോൾ ഒരു 10 മാസം ഒരു 15 രൂപ തരാൻ സിന്ധുവിനെ കൊണ്ട് നടക്കും. സിമിയെ കൊണ്ട് കഴിയും. സിമിയുടെ ഭർത്താവ് ജോലി ചെയ്യണം, എൻ്റെ ഭർത്താവാണ് അങ്ങനെ ഒരു ജോലി നമുക്ക് വാങ്ങിക്കും. അറിയാലേ അറിയാതെ പറയാൻ ആൾക്കാർ വിചാരിക്കും അവനെയാണെന്ന്. ഈ വീഡിയോ പറഞ്ഞത് കേട്ടല്ലോ അമ്മൂമ്മ. അതായത് സിമിക്ക് വേണ്ടിയിട്ടാണ് അമ്മൂമ്മയുടെ ചെന്നൈയിലുള്ള വീടും സ്ഥലവും വിറ്റത്. ഓക്കെ, എന്നിട്ട് ആ ഇത് സിമിക്ക് വേണ്ടിയാണ് അവർ വിറ്റത്. ഒന്ന് ആലോചിച്ച് നോക്കുക.
എനിക്ക് ഇത് കാണുന്ന അല്ലെങ്കിൽ നമുക്ക് യൂസ് വളരെ കുറവാണ്, എങ്കിലും ഒന്നോ രണ്ടോ പേരുണ്ട് അവരോട് പറയാണ്, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങളുടെ മക്കൾക്ക് സ്വത്തുക്കളൊന്നും കൊടുക്കാൻ പാടില്ല. അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ. നിങ്ങളുടെ മരണശേഷം മാത്രമേ നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലത്തെ ധാരാളം അവസ്ഥ വരും. കാരണം ഇത് പ്രോപ്പർട്ടീസ് ഒക്കെ ഒരുപാടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും. ഈ അമ്മൂമ്മ പറയുന്നുണ്ട്, അതായത് സിമിയും സിന്ധു ഇവരെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. അതേപോലെ തന്നെ പൈസ, അതായത് ഹസ്ബൻഡ് ഇല്ലാത്തതിനെ കൊണ്ട് ഇവരുടെ മക്കളാണ് പൈസ അയച്ചു കൊടുക്കുന്നത്. അതായത് അവർക്ക് ഈ വയസ്സായ സ്ത്രീക്കും ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു തുക, അതായത് സിന്ധു കൃഷ്ണയ്ക്ക് കൊടുക്കാൻ പറ്റും, ഈ പറയുന്നത് സിമിക്കും കൊടുക്കാൻ പറ്റും. രണ്ടുപേരും നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. എന്നിട്ടും കൊടുക്കാത്തത് അതെന്ത് ഇത് എന്താ ഞാൻ പറയേണ്ടത്, ഭയങ്കര വാക്കുകൾ കിട്ടുന്നില്ല. എന്തൊരു ഉളുപ്പില്ലായ്മയാണ് ഈ സിന്ധുവും സിമിയും കാണിക്കുന്നത്. പിന്നെ ഇവർ പറയുന്നുണ്ട്, അതായത് സിമിയുടെ ഹസ്ബൻഡിന് ജോലി ശരിയാക്കി, അതായത് സെക്കൻഡ് ഹസ്ബൻഡിന് ഈ ജോലി, അതായത് പുള്ളിപ്പം ചെയ്യുന്ന ജോലി റെഡിയാക്കി കൊടുത്തത് തന്നെ ഈ അപ്പൂപ്പനാണ്, അതായത് മരിച്ചുപോയ അപ്പൂപ്പൻ. ഈ അമ്മൂമ്മയ്ക്ക് ആകപ്പാട് ഒരു എന്താ പറയുക ഒരു വിഷയമുള്ളത് അഹാനയായിട്ട് മാത്രമാണ്. ഓക്കെ, ബാക്കിയുള്ള 3 ആൾക്കാർ, അതായത് ഇഷാനി, ഓസി, അതേപോലെ തന്നെ ഹൻസിക, ഇവരോടൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അഹാനയുടെ പല ചേഷ്ടകളും കണ്ടാൽ നമുക്ക് തന്നെ മനസ്സിലാവും ഷീസ് എ ഫേക്ക്. അതായത് ആദ്യം ഞാനാണെങ്കിലും ഞാൻ പുള്ളിക്കാരുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റിയാണ് പുള്ളിക്കാരത്തിൻ്റെ വീഡിയോ. ആക്ച്വലി ഞാനിപ്പോൾ ആലോചിക്കുന്ന ആ തൻവി എന്ന് പറഞ്ഞ കുട്ടീനെ പറ്റിയാണ്. കാരണം ചൈൽഡ്ഹുഡിൽ എത്രത്തോളം ട്രോമയിലൂടെയാണ് ആ കുട്ടി കടന്നു പോയിട്ടുള്ളത് എന്നായിരിക്കും ഭയങ്കര വിഷമമുണ്ട്. കാരണം ഒരു കുട്ടിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിട്ടും ഇല്ലാത്തൊരവസ്ഥ ഭയങ്കര ഭീകരമാണ്. തൻവി തന്നെ പറയുന്നുണ്ട്, പട്ടിയെ പോലെയാണ് അവരുടെ അമ്മ അവരെ ട്രീറ്റ് ചെയ്തതെന്ന്. ആനയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, എന്ത് ആൾക്കാരാണ് സത്യം പറയുക, എനിക്ക് അവരോട് ഭയങ്കര പുച്ഛം തോന്നുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട ആൾക്കാർക്ക് എല്ലാവരും താങ്ക്സ്.